എന്താ ചെയ്യാ? അവിടെ ഒതായപ്പള്ളിയിൽ പെണ്ണ് ഖദീജ പോയി. ഖദീജന്റെ മുമ്പ് ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്. അതിനാണ് ചെങ്ങായി സൂക്ഷ്മ പരിശോധന നടത്തിക്കോ. ഇത് കൊണ്ടുവരണോ? എന്തെങ്കിലും ആ പേജ് നമ്പർ നോക്കിക്കോ. എന്നിട്ട് കൊണ്ടുവരുമ്പോ പേജ് നമ്പർ ഒന്നും കൂടെ ചെക്ക് ചെയ്യൂ. ആ പേജ് നമ്പറിൽ ഉണ്ടോ ഇല്ലയോ നോക്ക്. പിന്നെ എന്താണ് യുക്തി ബുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ട് കാണും മനുഷ്യന്മാർക്ക്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം എന്താക്കണം. യുക്തി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആ ഉള്ളത് ഇപ്പൊ ഞാൻ ഈ പെണ്ണ് പള്ളി പോയ കാര്യം ചിന്തിക്കുമ്പോൾ ഒരു യുക്തിയുള്ള മനുഷ്യൻ ചിന്തിക്കും, ശരി തന്നെയാണ് ഇത്രയും പുണ്യമുള്ള ഒരു കാര്യം എന്തുകൊണ്ട് ഈ ഒതായപ്പള്ളി ഉണ്ടാക്കിയ വർഷപ്പുറത്തൊക്കെ ഈ ഒതായപ്പള്ളിയിൽ മാതാവിന്റെ പെണ്ണ് ഇവിടെ ചേരമാൻ പെരുമാൾ പള്ളി 9 പള്ളി കേരളത്തിലുണ്ടായിരുന്നു. അന്ന് അവർക്ക് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും പുണ്യമുള്ള പള്ളിയിൽ എന്തുകൊണ്ട് ഈ പണ്ഡിതന്മാർ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടേയില്ല? ഈ സാഹബത്ത് പെണ്ണുങ്ങളെ പള്ളി കൊണ്ടേയില്ല. ഇവിടെ കേരളത്തിലുള്ള നബിന്റെ കാലത്ത് പള്ളി കൊണ്ട് നബിന്റെ കാലത്ത് ഇന്ന് ഇവിടെ ഇസ്ലാം വന്നിട്ടുണ്ടോ? ഇസ്ലാം വന്നിട്ടുണ്ടോ? അതുണ്ടോ? നബിന്റെ കാലത്ത് അതാണ് നമ്മളെ ഖുർആനിൽ തന്നെ ഞാൻ ഈ പറയുന്നത് ജാഹിലിയ്യത്തുൽ ഊല എന്ന് പറഞ്ഞ പോലെ പെണ്ണുങ്ങള് ഈ ജാഹിലിയ്യ കാലത്ത് പെണ്ണുങ്ങൾ നബിന്റെ കാലത്ത് പള്ളിയിൽ പോയിട്ടുണ്ട്. പെണ്ണുങ്ങള് പള്ളിക്ക് എടുന്നിറങ്ങിയിരുന്നു. അത് ഇന്ന് പറ്റുമോ? നിങ്ങൾക്ക് പെണ്ണുങ്ങളെ പള്ളിയിൽ എടുത്തു വെക്കാൻ പറ്റുമോ? നബി കാലത്ത് ഉണ്ടാകുന്ന സംഭവം അവസാനം വരെ നബിന്റെ കാലത്ത് ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നേ. നബിന്റെ കാലത്ത് കള്ളു കുടിച്ച് നിസ്കാരത്തിൽ വരെ കള്ളു കുടിച്ചിരുന്നേ. എന്തുകൊണ്ട് ഒരു അർജി വന്നിട്ടുണ്ട്? അപ്പൊ ഇതിന് മാത്രം വന്നിട്ടില്ല നിങ്ങൾ തെളിയിക്കണം. വന്നിട്ടില്ല തെളിയിക്കണോ? പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകുന്ന വിഷയത്തിൽ നിരോധനാജ്ഞ വന്നിട്ടില്ല. പെണ്ണ് കെടുത്തു ഉറക്കണിയിൽ നിരോധനാജ്ഞ വന്നിട്ടാണ്. പെണ്ണുങ്ങൾ പള്ളി കിടന്നു ഉറങ്ങി നിരോധനാജ്ഞ വന്നിട്ടാണ്. വന്നിട്ട് മക്കളുണ്ടാവും. വർക്കണ്ടെന്ന് പറഞ്ഞില്ലല്ല. അന്ന് കൊണ്ട് ഇറക്കിക്കോളി. നിങ്ങൾ തുറക്കാത്ത ആരും ഉറങ്ങുന്നില്ലല്ലോ. എന്താ കൊണ്ട് ഇറക്കിക്കൂടെ പെണ്ണുങ്ങളെ? ഒരുമിച്ച് പേർക്കൊണ്ട് കിടന്നൂടെ? കിടക്കാത്ത ഈ അന്തം കമ്മികൾ കാരണം നിങ്ങൾക്ക് എന്താ പെണ്ണുങ്ങളെ പള്ളി കൊണ്ട് നിങ്ങൾക്ക് ഉറക്കിക്കൂടെ? എന്തോ ഉറക്കാത്ത കല്ല കഥായി. അല്ലെങ്കിലോ ഇവിടെ സ്ത്രീ പീഡനം കൊണ്ട് അതുകൊണ്ട് കിട്ടിയിട്ട് കൊയലാണ് ഇവിടെ കിടന്നിട്ട്. അതെന്നാ പിന്നെ സ്ത്രീ സംഘടന വന്നിട്ട് നിങ്ങളെ സംഘടന നേതാക്കന്മാരെ മടങ്ങുമ്പത്തി അടിച്ചു നിങ്ങളെ പള്ളിക്കൽ ഇപ്പൊ കൊണ്ടുപോകണം. ഞങ്ങളിവിടെ മലപ്പുറം പോണത് പള്ളിക്കല് അങ്ങനെ വ്യാഖ്യാനിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പതിമാരുള്ള നമസ്കാരമുള്ള റൂമുകളും പുസ്തകം അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സ്ത്രീ പെണ്ണുങ്ങൾ പള്ളിന്റെ പെണ്ണുങ്ങൾ ലോകത്തിൽ പിന്നെ ഭൂമിയിലാണ് വേറെ പള്ളി ഇല്ല. അതാണ് പുണ്യമഞ്ഞ കുറെ ആളുകൾ മറവിടമാണ്. അതിനൊക്കെ കാര്യങ്ങൾ പണ്ഡിതന്മാർ നിർത്തിയിട്ടുണ്ട്. നിങ്ങളെന്താ എന്തുകൊണ്ട് ഈ ഖദീജക്ക് മാത്രം പള്ളി പോവണ്ട? ഇത്രോ നൂറ്റാണ്ടുകൾ പെണ്ണുങ്ങൾ വദായി പള്ളിയിലാണ് ആദ്യമായിട്ട് പോയി എന്ന് നിങ്ങൾ പറഞ്ഞത്. അതിന് മുന്നേ പോയതെങ്കിലോ? മുന്നേ പോയതില്ല. ഇന്ത്യയിൽ നിങ്ങളെ പ്രസിദ്ധീകരണ പറയുന്നത്. ഇന്ത്യയിൽ നിങ്ങളെ പ്രസിദ്ധീകരണ നിങ്ങളെ പ്രസിദ്ധീകരണം അത് എടുക്കും. ഷബാബ് എടുക്കും. ഷബാബിലായിരിക്കും ഉണ്ടാവുക. ആദ്യമായി പള്ളി പോയത് കേരളം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ചരിത്രം പഠിക്കാൻ ഞാൻ മുമ്പാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഞങ്ങള് വാദമാണ്. ഞങ്ങളെ വാദമല്ല, നിങ്ങളെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. വദായി പള്ളിയിൽ പോയിട്ടുണ്ടാവും. പള്ളി 445. ഇത് ഞങ്ങളെ വാദമല്ല പറയുന്നത്. ഇതിലുള്ളൊക്കെ നിങ്ങളെ വാദമാണ്. അല്ലാതെ നിങ്ങളെ വാദമല്ല. മുജാഹിദിന്റെ കേരള മുസ്ലിങ്ങൾ ആദ്യമായിട്ട് പോയിട്ടുണ്ടാവുന്നു. ഇനിയിപ്പോ എന്താ പറയാനേ? അപ്പൊ ഞാൻ യുക്തി കൊണ്ട് ചിന്തിച്ചുകൂടെ? എനിക്ക് യുക്തി കൊണ്ട് കേരള മുസ്ലിങ്ങളെ ആകാശത്ത് പൊട്ടിയിട്ടുണ്ടാവും. അവർ കിട്ടിയ ഇതിന്റെ കേരളത്തിന് മുന്നിൽ രാജാക്കന്മാർ വെക്കുന്ന കാലാണ്. ഇവിടെ മുസ്ലിങ്ങൾ പറഞ്ഞത് 4 ദിനാറ് കൂട്ടാണ്. അതിന് ശേഷമുള്ളതാണ് പറഞ്ഞത്. അതിന് ശേഷമുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അന്ന് മുസ്ലിങ്ങൾ അതിൽ അന്ന് നെറ്റ് കയറ്റി വിടുന്നൊക്കെ
മെറ്റ് കയറ്റിട്ടാണ് വിട്ടുകൊടുക്കുക അങ്ങനെ വെയിക്കോളൂ. വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പ് വഹാബി നേതാവായിരുന്ന NCC അഹമ്മദ് മൗലവി എഴുതിയ ഒരു ലേഖനം പൂർണ്ണമായും പകർത്താം. പൂർണ്ണമായി പകർത്തിയിരുന്നു. ഇത് ഏത് കാലത്ത് ഏത് സ്ഥലത്തും പുരുഷന്മാരുടെ ദുർമോഹങ്ങൾക്ക് ലക്ഷ്യമായി തീർന്നിട്ടുണ്ട്. പരിഷ്കാരം മുക്കുതോറും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അമിതമായ നിലയിലുള്ള സ്വച്ഛന്ത വിഹാരത്തിന് വേണ്ടി കുറെ ബാല്യക്കാർ ഒരുങ്ങി ശ്രമിക്കും. എല്ലാ വിഷയത്തിനും പുരുഷന്മാരുടെ സ്ത്രീകൾ കിടപിടിക്കണം. അവരെ പോലെ സകല സ്വാതന്ത്ര്യം കിട്ടണം. ഇതിനുവേണ്ടി സ്ത്രീകൾ ഭാഗം അഭിനയിച്ച് പാടും.